ഏവർക്കും നമസ്കാരം. ബിയോണ്ട് ദ ലെസൺസിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിന്റെ 2ാം അധ്യായം, ഫ്രം ട്രേഡ് ടു പവർ, കച്ചവടത്തിൽ നിന്നും അധികാരത്തിലേക്ക്. കഴിഞ്ഞ അധ്യായത്തിൽ നവോത്ഥാനം നമ്മൾ കണ്ടു. റിനൈസൻസ് സ്പീഡിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ചർച്ച ചെയ്തു. ഇനിയും നമ്മൾ പഠിക്കുവാൻ പോകുന്നത് വാണിജ്യത്തിനായി, ട്രേഡിനായി ഇവിടെ വന്ന ട്രേഡ് സെന്റേഴ്സ് സ്ഥാപിച്ച വിദേശികൾ, ഫോറിനേഴ്സ്, അവർ ഇവിടെ വരുത്തിയ മാറ്റം എന്തൊക്കെയാണ്, ഇവിടെ നിന്നും എങ്ങനെയാണ് അവർ തിരിച്ചു പോയത്, ആരൊക്കെയാണ് ഇവിടെ വന്നത്, അവർ വരുത്തിയ മാറ്റം എന്തൊക്കെയാണ്. ഇതാണ് ഈ ഒരു പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കുന്നത്. പാഠത്തിന്റെ പേര് ഒന്നുകൂടി ഓർപ്പിക്കുന്നു, ഫ്രം ട്രേഡ് ടു പവർ. ഫ്രം ട്രേഡ് ടു പവർ. 2 പ്രധാന പോയിന്റുകളാണ് ഈ ഒരു പാഠഭാഗവുമായി ബന്ധിപ്പിച്ച് നമ്മൾ ആമുഖത്തിൽ പഠിക്കുന്നത്. ഒന്ന്, the spices of our land were essential to the foreigners. The spices of our land were essential to the foreigners. നമ്മുടെ നാട്, ദൈവത്തിന്റെ തോട്ടമെന്ന് അറിയപ്പെടുന്ന സുന്ദരമായ കേരളം, ഫോറിനേഴ്സിന് എന്തായിരുന്നു? the spices of our land were essential. അവരെ ആകർഷിക്കുന്നതായിരുന്നു. സുഗന്ധദ്രവ്യങ്ങളുടെ ഒരു വലിയ കലവറയായിരുന്നു നമ്മുടെ മനോഹരമായ കൊച്ചു കേരളം. സെക്കൻഡ് പോയിന്റ്, the traders all over the world used to visit here for our spices. ലോകം മുഴുവൻ യാത്ര ചെയ്യുന്ന ട്രേഡേഴ്സ് എന്ത് ചെയ്തു? നമ്മുടെ നാട്ടിലേക്ക് യാത്ര ചെയ്യുവാൻ ആഗ്രഹിച്ചു. എന്തിനു വേണ്ടിയാണ്? നമ്മുടെ സുഗന്ധദ്രവ്യങ്ങളുടെ കലവറ കണ്ട് അത് മനസ്സിലാക്കി. തൊട്ട് മുൻപ് നമ്മൾ പഠിച്ചിരുന്നു, ഇവിടെ നിന്നും ഇരട്ടി, ഇവിടേക്ക് വന്ന ചെലവിന്റെ എത്ര മടങ്ങാണ് ഇവിടെ നിന്നുമുള്ള ലാഭം അവർ കൊണ്ടുപോയതെന്ന്. അപ്പം മനസ്സിലാക്കുക, നമ്മുടെ നാടിന്റെ എന്തോരം മഹിമയാണ്, അല്ലെങ്കിൽ എന്തോരം ധനമാണ് അവർ സമ്പാദ്യങ്ങൾ കൊയ്തെടുത്തുകൊണ്ട് പോയതെന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ഞാനൊരു കീ പോയിന്റ് എഴുതിയിട്ടുണ്ട്, PDEF. നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ PDF, എഫ് എന്ന് പറയുമ്പോൾ എഫ് മാത്രമല്ല, ഈ സൈലന്റ് ആണ്, PDF. ഇത് ഇവിടേക്ക് വന്ന ഫോറിനേഴ്സിന്റെ ഒരു ലിസ്റ്റ് ആണ്. പെട്ടെന്ന് മനസ്സിലാക്കുക. P for Portuguese, D for Dutch, E for English and F for French. പോർച്ചുഗീസുകാർ ആദ്യം വന്നു, തൊട്ടു പിന്നാലെ ഡച്ചുകാർ വന്നു, ഡച്ചുകാർക്ക് പിന്നാലെ ഇംഗ്ലീഷുകാർ, അവസാനം ആര് വന്നു? ഫ്രഞ്ചുകാർ. നമുക്ക് പഠിക്കുവാനുള്ളത് മാത്രമാണ്. ഇവരെ കൂടാതെ ധാരാളം ആൾക്കാർ ഇവിടെ വന്നു, പലതും നമുക്ക് സംഭാവന ചെയ്തു, നമ്മളിൽ നിന്നും ധാരാളം കവർന്നു കൊണ്ടുപോയി. നമ്മുടെ സുന്ദരമായ ധാരാളം ഇവിടെ ഉണ്ടായിരുന്ന സമ്പാദ്യങ്ങൾ മുഴുവൻ അവരെന്ത് ചെയ്തു? കവർന്നു കൊണ്ടുപോയി. എന്തൊക്കെയാണ് അവർ കൊണ്ടുപോയത്? എങ്ങനെയാണ് അവരുടെ വരവ്? തൊട്ടു മുൻപ് നിങ്ങൾ വിക്ടേഴ്സ് ചാനലിൽ പഠിച്ചതാണ് പോർച്ചുഗീസുകാർ. ഞാൻ അതുകൊണ്ട് അത് ദീർഘിപ്പിക്കുന്നില്ല, എങ്കിലും നമ്മൾ ഓടുകയാണ്. പോർച്ചുഗീസുകാരെ പറങ്കീസ് എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ട് പറങ്കീസ് എന്ന് വിളിക്കുന്നു? അവർ കാഷ്യൂ ഇവിടെ കൊണ്ടുവന്നു, അഗ്രികൾച്ചർ ക്രോപ്സ് ആയ പറങ്കിമാവ് ഇവിടെ കൊണ്ടുവന്നുകൊണ്ട് അവർ എന്ത് വിളിക്കുന്നു? പറങ്കീസ്. 1498 ഒരു പ്രഭാതത്തിൽ ആരിവിടെ കാലുകുത്തുന്നു? കാലിക്കട്ടില് കാപ്പാട്, കോഴിക്കോട് കാപ്പാട് ബീച്ചിൽ ആര് വരികയാണ്? കാപ്പാട് ബീച്ചിൽ വാസ്കോ ഡ ഗാമ കാലുകുത്തുകയാണ്. അതാണ് പോർച്ചുഗീസുകാരുടെ വരവ്. അങ്ങനെ പോർച്ചുഗീസുകാർ ഇവിടേക്ക് വന്നു. ഇവിടെ വന്ന് അവർക്ക് നമ്മുടെ നാട്ടിൽ താവളം പറ്റിയില്ല. അവരെവിടെയാണ് താമസിച്ചത്? അവരുടെ ട്രേഡ് സെന്റേഴ്സ്. ഓർമ്മിച്ചോൺ, ഈ ട്രേഡ് സെന്റേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷയ്ക്ക് ചേരുമ്പടി ചേർക്കാനും മറ്റും നമുക്ക് ഈ ട്രേഡ് സെന്റേഴ്സ് ചോദിക്കും. 1. 2, നമുക്ക് പരീക്ഷയ്ക്ക് ഒരു മാപ്പിന്റെ ഔട്ട്ലൈൻ തന്ന ശേഷം പോർച്ചുഗീസുകാരുടെ ഏതാണ് ട്രേഡ് സെന്റേഴ്സ് നോട്ട് ചെയ്യാൻ, അടയാളപ്പെടുത്താനായിട്ടും പറയും. അതുകൊണ്ട് ഈ ട്രേഡ് സെന്റേഴ്സ് നമുക്ക് ഇതിനു ശേഷം നിങ്ങളെ മാപ്പ് വരച്ച് നമ്മളൊന്ന് പരിചയപ്പെടുത്തുന്നതായിരിക്കും. ഏതൊക്കെയായിരുന്നു അവരുടെ പോർച്ചുഗീസുകാരുടെ ട്രേഡ് സെന്റേഴ്സ്? ഗോവ, ദാമൻ ആൻഡ് ദിയു. പോർച്ചുഗീസുകാരുടെ ട്രേഡ് സെന്റേഴ്സ് 3 എണ്ണമായിരുന്നു. ഏതൊക്കെയാണ്? ഗോവയും ദാമനും ദിയുവും. അപ്പൊ കേരളത്തിലല്ലായിരുന്നു ഇവരുടെ ട്രേഡ് സെന്റേഴ്സ്, കേരളത്തിന് വെളിയിലായിരുന്നു പോർച്ചുഗീസുകാരുടെ ട്രേഡ് സെന്റേഴ്സ്. അത് ഒന്ന് മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് പോർച്ചുഗീസുകാർക്ക് ഇവിടെ അധികം നാൾ തുടരാൻ കഴിയാതെ പോയതിനുള്ള റീസൺ നിങ്ങൾ പരിചയപ്പെട്ടു. അതുകൂടി 2 പോയിന്റ് ആണ്, അതുകൂടി നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പം പറങ്കീസ് എന്താണ്? പോർച്ചുഗീസുകാരെ അറിയപ്പെടുന്നവരാണ് എന്ത്? പറങ്കീസ് എന്നവരെ അറിയപ്പെടുന്നു. രണ്ടാമത് വന്ന ആളാണ് ആര്? ഡച്ചുകാർ. ഡച്ചുകാർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് നെതർലൻഡ് എന്ന് പറയും, അവരെ ഹോളണ്ട് എന്നും അറിയപ്പെടുന്നു. പിന്നീട് അവർ അറിയപ്പെടുന്നത് ലെന്തൻസ്.
ഇപ്പൊ ഹോളണ്ട് ജനത എന്ന വിളിപ്പേരിനെ ഒരു ഷോർട്ട് ഫോം ആണ് ലന്തം. ലന്ത എന്ന വേർഡ് പറയുന്നത് ഹോളണ്ട് ജനത എന്ന് മീൻ ചെയ്യുകയാണ്, ലന്ത. അപ്പം ലന്തക്കാർ എന്ന് പറയുന്നു. അപ്പൊ ഡച്ച് ആണ് അവരുടെ ഭാഷ, അതുകൊണ്ട് അവരെ ഡച്ചുകാർ എന്നും അറിയപ്പെടുന്നു. അപ്പം ഈ ലണ്ടൻസ് എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ അദ്ദേഹത്തിന് തുള്ളലിൽ ഈ വിദേശീയരെ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. പറങ്കികൾ ലന്തക്കാരും പറങ്കികളും ഇംഗരീയസും, ഇംഗ്ലീഷുകാരെന്ന് പറയുകയാണ് ലണ്ടൻ പറങ്കികൾ ഇംഗരീയസും അദ്ദേഹത്തിന് തുള്ളലിൽ അദ്ദേഹം പരിചയപ്പെടുത്തും. അപ്പം നമ്പ്യാരുടെ കാലഘട്ടത്തിൽ തുള്ളലിൽ എന്ത് ചെയ്തിരുന്നു? വിദേശ ആധിപത്യത്തിന്റെ ശക്തമായ സ്വാധീനം ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം തുള്ളലിൽ അതൊക്കെ പറഞ്ഞിരുന്നത്. ഒന്ന് ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഡച്ചുകാര്, നെതർലൻഡുകാര്, അന്ന് ഡച്ചുകാരാണ്. ഡച്ചുകാർ എവിടേക്ക് വരികയാണ്? ട്രേഡ് സെന്റേഴ്സ് എവിടെയാണ് തുടങ്ങുന്നത്? അവരുടെ ട്രേഡ് സെന്റേഴ്സ് ആണ് കൊച്ചിയും കൊല്ലവും. അപ്പൊ ഓർമ്മിച്ചോണം, ഡച്ചുകാരുടെ ട്രേഡ് സെന്റേഴ്സ് എവിടെയായിരുന്നു? കൊച്ചിയും കൊല്ലവും. പക്ഷെ ഓർത്തോണം, പോർച്ചുഗീസുകാരുടെ ട്രേഡ് സെന്റേഴ്സ് എവിടെയായിരുന്നു? എവിടെയൊക്കെയാണ്? ദാമൻ, ദിയു ആൻഡ് ഗോവ. 3 കേരളത്തിന് വെളിയിലായിരുന്നെങ്കിൽ ഡച്ചുകാരുടെ ട്രേഡ് സെന്റേഴ്സ് എവിടെയൊക്കെയായിരുന്നു? കൊച്ചിയും കൊല്ലവുമായിരുന്നു അവരുടെ ട്രേഡ് സെന്റേഴ്സ്. അപ്പൊ നമ്മൾ ഈ കൊച്ചിയും കൊല്ലവും നോക്കുമ്പോൾ കൊല്ലം ഓർത്തോണം, പണ്ടത്തെ ഏറ്റവും വലിയൊരു വിദേശ ശക്തികളുടെ ഇടപെടൽ നടന്നിരുന്ന ഒരു നാടായിരുന്നു ഏത്? കൊല്ലം എന്നുള്ളത് നമ്മൾ മറക്കുവാൻ പാടില്ല. പിന്നെ ഡച്ചുകാരുടെ സംഭാവന എന്താ നോക്കി, ഇവിടെ എഴുതിയിട്ടുണ്ട് ഹോർത്തൂസ് മലബാറിക്കസ്. മറക്കാൻ പാടില്ലാത്തൊരു പേരാണ്, മലയാളികൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു പേര്. എന്താണ് ഹോർത്തൂസ് മലബാറിക്കസ്? ഇതൊരു സസ്യശാസ്ത്ര ഗ്രന്ഥമാണ്. സസ്യങ്ങളെക്കുറിച്ച്, നമ്മുടെ പ്രകൃതിയെക്കുറിച്ചും സസ്യങ്ങളെക്കുറിച്ചും പഠിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഇത് ഹോർത്തൂസ് മലബാറിക്കസ്. ഈ ഒരു ഗ്രന്ഥം തയ്യാറാക്കുവാനുള്ള ഒരു ഇനിഷ്യേറ്റീവ് എടുത്തത്, ഒരു താല്പര്യം പ്രകടിപ്പിച്ച വ്യക്തിയാണ് കൊച്ചിയിലെ ഗവർണറായിരുന്ന വാൻ റീഡ്. ഓർത്തോണം, ആരാണ്? കൊച്ചിയിലെ ഗവർണറായിരുന്ന വാൻ റീഡ് ആണ് ഈ ഹോർത്തൂസ് മലബാറിക്കസ് എന്നൊരു പുസ്തകം തയ്യാറാക്കുവാനായിട്ട് താല്പര്യം പ്രകടിപ്പിച്ചത്. എന്തായിരുന്നു പുസ്തകത്തിന്റെ പ്രമേയം? നമ്മുടെ കേരളത്തിന്റെ സസ്യ വൈവിധ്യമായിരുന്നു, സസ്യശാസ്ത്രമായിരുന്നു പുസ്തകത്തിന്റെ ഉള്ളടക്കം. ഈ പുസ്തകം എവിടെയാണ് തയ്യാറാക്കിയത്? അച്ചടിച്ചത് എവിടെയാണ്? എന്തായാലും കേരളത്തിൽ അച്ചടി ഇല്ലായിരുന്നു. കേരളത്തിലേക്ക് അച്ചടി കൊണ്ടുവന്നത് ആരായിരുന്നു? അത് അച്ചടി കൊണ്ടുവന്ന് നമ്മൾ ഗുട്ടൻബർഗ് പഠിച്ചു. കേരളത്തിലേക്കല്ല, ഗുട്ടൻബർഗ് അച്ചടി കണ്ടുപിടിച്ചു പഠിച്ചു. ഈ അച്ചടി കേരളത്തിലേക്ക് പ്രാബല്യത്തിലാക്കിയത്, കേരളത്തിലേക്ക് വൈഡ് സ്പ്രെഡ് ആക്കിയത് ആരായിരുന്നു? പോർച്ചുഗീസുകാർ. അപ്പൊ അതോർക്കണം, ആ ഒരു പോയിന്റിലുള്ളതാണ് പോർച്ചുഗീസുകാർ. എന്നാൽ ഈ ഡച്ചുകാരുടെ താല്പര്യപ്രകാരം ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്ന കേരളത്തിന്റെ സസ്യശാസ്ത്ര ഗ്രന്ഥം എവിടെയാണ് തയ്യാറാക്കിയത്? നെതർലൻഡിന്റെ ആസ്ഥാനമായ ആംസ്റ്റർഡാമിലെ പ്രസ്സിലാണ് എന്ത് തയ്യാറാക്കിയത്? 12 വോളിയൂംസ് ആയിട്ട് എന്ത് തയ്യാറാക്കുന്നു? ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിൽ ആദ്യം തെങ്ങിനെ കുറിച്ച് പരാമർശിക്കുന്നു, അവസാനം പറഞ്ഞു നിർത്തുന്നത് തിന എന്ന വിളയെക്കുറിച്ചാണ്. അപ്പം ഒരു സസ്യശാസ്ത്ര ഗ്രന്ഥമാണ്. എന്താണ്? എ ബുക്ക് ഓൺ ദ മെഡിസിനൽ പ്ലാന്റ്സ് ഓഫ് കേരള. എന്താണ് ഹോർത്തൂസ് മലബാറിക്കസ്? എ ബുക്ക് ഓൺ ദ മെഡിസിനൽ പ്ലാന്റ്സ് ഓഫ് കേരള. അത് നമ്മൾ കണ്ടു. ആരാണ് തയ്യാറാക്കാനായിട്ടുള്ള ഇനിഷ്യേറ്റീവ്? വാൻ റീഡ്. സഹായിച്ച കേരളക്കാരനാരാണ്? ടി അച്യുതൻ വൈദ്യർ. അതിനുശേഷം തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാവായ മാർത്താണ്ഡവർമ്മയുമായിട്ട് ഈ ട്രേഡിന് വന്ന ഡച്ചുകാർ ട്രേഡുമായി ബന്ധിപ്പിച്ച് ഒരു തർക്കം ഉണ്ടാകുന്നു. ആ തർക്കത്തിന് ശേഷം ഒരു യുദ്ധം ഉണ്ടാകുന്നു. കുളച്ചിൽ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച്, കുളച്ചിൽ എന്ന സ്ഥലത്ത് വെച്ച് ഒരു യുദ്ധം ഉണ്ടാകുന്നു, ബാറ്റിൽ ഓഫ് കുളച്ചിൽ. അപ്പം ഈ ബാറ്റിൽ ഓഫ് കുളച്ചിൽ എന്നായിരുന്നു? ഇയർ എന്നായിരുന്നു 1741. 1741 ബാറ്റിൽ ഓഫ് കുളച്ചിൽ വെച്ച് എന്ത് ചെയ്യുന്നു? ഡച്ചുകാർ മാർത്താണ്ഡവർമ്മയുടെ സൈന്യവുമായി പരാജയപ്പെട്ട് തിരിച്ചു പോവുകയാണ്. അപ്പം ഡച്ചുകാരുടെ വരവ്, ഡച്ചുകാർ എവിടെയൊക്കെയായിരുന്നു അവരുടെ ട്രേഡ് സെന്റേഴ്സ്, അപ്പം അവരെ തിരിച്ചു പോയത് എന്തുകൊണ്ടാണ്? ബാറ്റിൽ ഓഫ് കുളച്ചിൽ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ഇംഗ്ലീഷുകാരാണ്. നോക്കി, ആദ്യം പോർച്ചുഗീസുകാര്, ദെൻ ഡച്ചുകാര്, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷുകാര്. ഇംഗ്ലീഷുകാരുടെ വരവെന്ന് പറയുന്നത് അവരൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അവരെ ഇംഗ്ലണ്ടിൽ 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന ഒരു കമ്പനി ഫോം ചെയ്യുന്നു. ഓർത്തിരുന്നോണം, അവരെന്ത് ചെയ്തു? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനി ഇംഗ്ലണ്ടിൽ 1600 ഫോം ചെയ്യുന്നു. അതിനുശേഷം അവരെങ്ങോട്ട് വരികയാണ്? ഗുജറാത്തിലെ സൂററ്റ്. അപ്പൊ സ്ഥലം ഓർത്തോണം, ഗുജറാത്തിലെ സൂററ്റിൽ ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു കൊച്ചു രൂപരേഖ ഇവിടെ തയ്യാറാക്കുകയാണ്. ഗുജറാത്തിലെ സൂററ്റിൽ ഒരു ട്രേഡ് സെന്റർ തയ്യാറാക്കുകയാണ്. നോക്കിയേ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോംഡ് ഇൻ ഇംഗ്ലണ്ട് 1600.
അതെന്തിനു വേണ്ടിയാണ് തുടങ്ങിയത്? ചൈനയിലേക്കും ഇന്ത്യയിലേക്കും അവരുടെ ട്രേഡ് വ്യാപിപ്പിക്കുക. അവരുടെ എയിം ആയിരുന്നു എന്താണ്? ചൈനയിലേക്കും ഇന്ത്യയിലേക്കും ട്രേഡ് വ്യാപിപ്പിക്കുക. അതിൽ അവര് വിജയിച്ചു. അതിനുശേഷം ഗുജറാത്തിലെ സൂറത്തിൽ അവർ ട്രേഡ് സെന്റർ സ്റ്റാർട്ട് ചെയ്തു. ഓർത്തിരുന്നാണ്, ഗുജറാത്തിലെ സൂറത്തിൽ, അന്ന് ഗുജറാത്തിലാണ്. അതിനുശേഷം അവര് എങ്ങോട്ട് വരാൻ തുടങ്ങി? അവിടെ നിന്നും എങ്ങോട്ട് വരാൻ തുടങ്ങി? കേരളക്കരയിലേക്ക് വരാൻ തുടങ്ങി. എവിടെയൊക്കെ അവർ സ്ഥാപിച്ചു? മുംബൈയിൽ, ഓർത്തിരുന്നാണ്, മുംബൈയിൽ, ബോംബെയിൽ സ്ഥാപിച്ചു. കൽക്കട്ടയിൽ അവര് ഒരു ട്രേഡ് സെന്റർ സ്ഥാപിച്ചു. ദെൻ എവിടെ സ്ഥാപിച്ചു? ചെന്നൈയിൽ സ്ഥാപിച്ചു. ഓർത്തിരുന്നു, ആദ്യം എവിടെയായിരുന്നു? ഇംഗ്ലണ്ടിലായിരുന്നു. ഇംഗ്ലണ്ടിൽ നിന്ന് അവർ എങ്ങോട്ടേക്ക് പോയി? എന്ത് ചെയ്തു? ചൈനയിലും ഇന്ത്യയിലും ട്രേഡ് വ്യാപിപ്പിക്കുക. ദെൻ അവർ എങ്ങോട്ട് വരാൻ തുടങ്ങി? ഗുജറാത്തിലെ സൂറത്തിൽ അവർ ട്രേഡ് സെന്റർ സ്ഥാപിച്ചു. അവിടെ നിന്നും ബോംബെ, കൽക്കട്ട, ദെൻ എങ്ങോട്ട്? ചെന്നൈയിലേക്ക് അവർ വ്യാപിച്ചു. ഇതാണ് ഇംഗ്ലീഷുകാരുടെ ട്രേഡിന്റെ ഡീറ്റെയിൽസ്. അപ്പം ഇത് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. പക്ഷെ ഇനി നമ്മൾ ഈ ചാപ്റ്ററിന്റെ തുടർന്നുള്ള ഭാഗത്ത് പഠിക്കാൻ പോകുന്ന ആരുടെ ശക്തിയാണ്? ഇംഗ്ലീഷുകാരുടെ ശക്തിയാണ്. അപ്പം ഈ വന്നതിൽ പോർച്ചുഗീസുകാര്, ഡച്ചുകാര്, ഇംഗ്ലീഷുകാര്, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഫ്രഞ്ചുകാര്, ഇത്രയും ആൾക്കാരുടെ പവർ നോക്കുമ്പോൾ അതിൽ ഏറ്റവും ശക്തന്മാർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരം നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. ആര് മാത്രമാണ്? ഇംഗ്ലീഷുകാർ. ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്തു? പല കാരണങ്ങൾ കൊണ്ട് ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവരെന്ത് ചെയ്യാൻ തുടങ്ങി? പോകാൻ തുടങ്ങി. അതിൽ ഒരു കാരണം ആരാണ്? ഇംഗ്ലീഷുകാരുടെ ശക്തമായ ഇടപെടൽ. റീസൺ ഓർത്തിരുന്നോണം. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നു ഫ്രഞ്ച്. PDF നമ്മൾ പഠിക്കുകയാണ് ഫ്രഞ്ച്. 1664 ഫ്രഞ്ചുകാരും ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു. എവിടെയാണ്? ഫ്രഞ്ചുകാര് സ്റ്റാർട്ട് ചെയ്യുന്നു. അതിനുശേഷം ഈ ഫ്രഞ്ചുകാര് അവരുടെ ട്രേഡ് സെന്റേഴ്സ് എങ്ങോട്ട് മാറ്റുകയാണ്? പോണ്ടിച്ചേരി അല്ലെങ്കിൽ പുതുച്ചേരി. ദെൻ എവിടെയാണ്? മാഹി. അതിനുശേഷം കാരക്കൽ. അപ്പം ഓർത്തിരുന്നോണം, എവിടേക്കാണ് അവരുടെ 1664 ഫ്രഞ്ചുകാർ ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോം ചെയ്യുന്നു. അതിനുശേഷം അവരുടെ ട്രേഡ് സെന്റേഴ്സ് അവർ കൊണ്ടുവരികയാണ്. എങ്ങോട്ട് കൊണ്ടുവരികയാണ്? പോണ്ടിച്ചേരി, മാഹി ആൻഡ് കാരക്കൽ. അപ്പൊ ഇത്രയുമാണ് വിദേശീയ ഫോറിനേഴ്സ് നമ്മുടെ നാട്ടിലേക്ക് വന്ന വിദേശ ശക്തികളുടെ എണ്ണം എന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഇപ്പോൾ പഠിക്കാനുള്ളത് പറയുന്ന ആരൊക്കെയാണ്? ആദ്യം വന്നത് പോർച്ചുഗീസുകാര്, ദെൻ രണ്ടാമത് വന്നത് ഡച്ചുകാര്, ദെൻ മൂന്നാമത് വന്നത് ഇംഗ്ലീഷുകാര്, ലാസ്റ്റ് വന്നത് ആരാണ്? ഫ്രഞ്ചുകാര്. പക്ഷേ ഈ പോർച്ചുഗീസുകാര്, ഡച്ചുകാര്, ഫ്രഞ്ചുകാര് ഇവര് 3 പേരും ഇവിടെ നിന്ന് എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ മാറ്റപ്പെട്ടു. ആരാണ് നിലനിന്നത്? ഒരുപാട് വർഷം നിലനിന്നത് ആര് മാത്രമാണ്? ഇംഗ്ലീഷുകാർ. എന്താണ് അതിന്റെ റീസൺ? അപ്പൊ നമ്മൾ ഇനിയും അവരുടെ ട്രേഡ് സെന്റേഴ്സും എന്തുകൊണ്ട് ഫ്രഞ്ചുകാർ വരെയും ഇവിടുന്ന് പോയി എന്നുള്ളതും നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? അടുത്തൊരു ഭാഗമായി പഠിക്കാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ മാപ്പ് ഒന്ന് നോക്കാം. എന്താണ് അവരുടെ ട്രേഡ് സെന്റേഴ്സിന്റെ ഡീറ്റെയിൽസ് എന്ന്. ഇന്ത്യൻ മാപ്പിന്റെ ഒരു ചെറിയ ഫോം നമ്മളിപ്പോൾ ബോർഡിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഒരു ജോലി, ഈ ഒരു അവധിക്കാലമാണ്, നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ ഉണ്ട്, നിങ്ങളുടെ പഠിക്കുന്ന സമയം ഒഴിച്ചുള്ള ബാക്കിയുള്ള സമയത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ജോലിയാണ് ഇന്ത്യൻ മാപ്പ് എടുക്കുക. അത് നിങ്ങൾക്ക് ധാരാളം സ്ഥലത്ത് നിന്ന് യൂട്യൂബിൽ നിങ്ങൾക്ക് കിട്ടും. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു ജോലി, ഇന്ത്യയുടെ സ്റ്റേറ്റ്സ് കൃത്യമായും നിങ്ങൾ എന്ത് ചെയ്യുക? നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ് തുടങ്ങി പോൾസ് വെച്ച് ക്രമത്തിൽ പഠിക്കുക. അപ്പം അത് വടക്ക് ഏതാണ്, തെക്ക് ഏതാണ്, പടിഞ്ഞാറ് ഏതാണ്, കിഴക്ക് ഏതാണ്, ഏതൊക്കെ സ്റ്റേറ്റ്സ് ആണ് വടക്ക് നിൽക്കുന്നത്, തെക്ക് ഏതൊക്കെ സ്റ്റേറ്റ്സ് ആണ്, അപ്പം ഇതിന്റെ തലസ്ഥാനം ഏതൊക്കെയാണ്. അപ്പം ഇതൊക്കെ ഒന്ന് ഇപ്പം നിങ്ങൾക്ക് കാണാതെ പഠിക്കാനും മനസ്സിലാക്കി പഠിക്കുവാനും എവിടെയൊക്കെയാണ്. അപ്പം അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും എവിടെയാണ് ദാമൻ സ്ഥിതി ചെയ്യുന്നത്, എവിടെയാണ് ദിയു സ്ഥിതി ചെയ്യുന്നത്, അത് ഏത് സ്റ്റേറ്റിനോട് ചേർന്നാണ്, അത് സ്റ്റേറ്റ് ആണോ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കുവാനുള്ള ധാരാളം ഒഴിവ് സമയങ്ങൾ കിട്ടുന്ന ഒരു ഇടമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ എന്ത് ചെയ്യുക? കൃത്യമായിട്ടും ഒരു ഓർഡറിൽ പഠിച്ചു വെക്കുക. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും മാപ്പ് തരുമ്പോൾ ഏത് സ്ഥലമാണ് കൽക്കട്ട എന്നുള്ളത്, അപ്പൊ അത് വെസ്റ്റ് ബംഗാളിന്റെ ഭാഗമാണോ. അപ്പം അങ്ങനെയൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ജസ്റ്റ് പെട്ടെന്നൊരു ഇന്ത്യൻ മാപ്പിന്റെ ഔട്ട്ലൈനിലേക്ക് നമുക്കൊന്ന് പോകാം. ബോർഡായിട്ട് നിങ്ങൾ നോക്കിക്കാട്ടെ. നോർത്ത് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. അപ്പൊ 4 പോളുകളാണ് അല്ലെ. അപ്പൊ നോക്കിയേ, കിഴക്ക് ഭാഗം, പടിഞ്ഞാറ് ഭാഗം, വടക്ക് ഭാഗം, തെക്ക് ഭാഗം. അപ്പം തെക്ക് ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ നോക്കി നമ്മുടെ കൊച്ചു കേരളം വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് നമ്മുടെ കൊച്ചു കേരളം വരുന്നുണ്ട്. തൊട്ടപ്പുറം തമിഴ്നാട് വരുന്നുണ്ട്. അതിന് മുകളിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം ആന്ധ്രാപ്രദേശ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ മുകളിലേക്ക് പോകുമ്പോൾ മഹാരാഷ്ട്ര വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ പോയി എവിടേക്ക് ചെല്ലുകയാണ്? കാശ്മീർ വരെ പോവുകയാണ്. അപ്പൊ ഈ സൈഡിൽ വരുമ്പോൾ ഗുജറാത്ത് വരുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ അങ്ങോട്ട് യാത്ര ചെയ്യുകയാണ്. അപ്പൊ നോക്കി, ഈ സൈഡ് വരുമ്പോൾ നമുക്ക് വെസ്റ്റ് വരുമ്പോൾ, അതായത് സൗത്ത് വെസ്റ്റിലേക്ക് വരുമ്പോൾ ഒരു അറേബ്യൻ സീ ഉണ്ട്. സൗത്ത് വെസ്റ്റിലാണ് നമ്മുടെ അറേബ്യൻ സീ, അറബിക്കടൽ.
നോക്കി നമ്മുടെ സൗത്തിലേക്ക് വരുമ്പോൾ എന്താണ് കാണാൻ കഴിയുന്നത്? ഇന്ത്യൻ ഓഷ്യൻ ആണ്. സൗത്തിലേക്ക് വരുമ്പോൾ ഉള്ളത് ഇന്ത്യൻ ഓഷ്യൻ. ദെൻ ഈസ്റ്റിലേക്ക് വരുമ്പോൾ എന്താണ്? ബേ ഓഫ് ബംഗാൾ, ബംഗാൾ ഉൾക്കടൽ. അപ്പം ഇത്രയുമാണ് അതിർത്തി പങ്കിടുന്ന നമ്മുടെ കടലുകൾ എന്ന് പറയുന്നത്. അപ്പം ഇന്ന് നമ്മുടെ സ്ഥലം നോക്കുകയാണ്. നോക്കി, കൊല്ലം, കൊച്ചിൻ. കേരളത്തിലെ കൊല്ലവും കൊച്ചിയും. നിങ്ങൾക്ക് മനസ്സിലായി ആരൊക്കെയാണ് അവിടെ ട്രേഡ് സെന്റേഴ്സ് സ്ഥാപിച്ചത്, മനസ്സിലാക്കണം. മാഹി, ഗോവ. മാഹിയുണ്ട്, ഗോവയുണ്ട്. അപ്പം അവിടെ ആരാണ് ട്രേഡ് സെന്റർ സ്ഥാപിച്ചത്? ദാമൻ, ദിയു. അവിടെ ആരാണ് ട്രേഡ് സെന്റർ സ്ഥാപിച്ചത്? സൂററ്റ്, ഗുജറാത്തിലെ സൂററ്റിൽ ആരാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോം ചെയ്തത്? പിന്നെ ബോംബെയിൽ ആരാണ് ട്രേഡ് സെന്റർ സ്ഥാപിച്ചത്? മദ്രാസിൽ ആരാണ് ട്രേഡ് സെന്റർ സ്ഥാപിച്ചത്? കൽക്കട്ടയിൽ ആരാണ് ട്രേഡ് സെന്റർ സ്ഥാപിച്ചത്? കാരക്കൽ, പോണ്ടിച്ചേരി ആരാണ് ട്രേഡ് സെന്റർ സ്ഥാപിച്ചത്? അപ്പം നിങ്ങൾ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ഓർഡറിൽ ഒന്ന് എഴുതുക എവിടേക്കാണ്. അപ്പം ഏതൊക്കെ മേഖലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്, ഈ മേഖലയിലെ സ്റ്റേറ്റ്സ്, ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് നന്നായി മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വളരെ എളുപ്പത്തിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റും. അത് നിങ്ങൾക്ക് ഭാവിയിൽ തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഏറെ പ്രയോജനകരമായി മാറുകയും ചെയ്യും. മറ്റൊന്ന് നമ്മൾ പഠിക്കുന്ന നോക്കി ഇവിടെ എഴുതിയിട്ടുണ്ട് കർണാട്ടിക് വാർ. കണ്ടോ, കർണാട്ടിക് വാർ എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലേക്ക് വിദേശികൾ, ഫോറിനേഴ്സ് വന്നു. ഇവർ വന്നതൊക്കെ എന്തിനു വേണ്ടിയാണ്? ഇന്ത്യയിൽ നിന്നും ധാരാളം സമ്പാദ്യങ്ങൾ ഇന്ത്യയിൽ നിന്നും കൊള്ളയടിച്ച് കൊണ്ടുപോകുക. അപ്പൊ ഇന്ത്യ സുഗന്ധദ്രവ്യങ്ങൾ, കേരളം സുഗന്ധദ്രവ്യങ്ങളുടെ വലിയൊരു മേഖലയാണെന്ന് അറിയാം. ഇന്ത്യയിൽ നിന്നും ധാരാളം, പല സംസ്ഥാനങ്ങളിൽ നിന്നും ധാരാളം വലിച്ചു വാരി കൊണ്ടുപോകാൻ അവർക്ക് കഴിയുമെന്നൊക്കെ മനസ്സിലായി. അപ്പൊ അങ്ങനെ വന്ന പോർച്ചുഗീസുകാര്, പിന്നെ ആര് വന്നു? ഡച്ചുകാർ വന്നു, പിന്നെ ഇംഗ്ലീഷുകാർ വന്നു, ഫ്രഞ്ചുകാർ വന്നു. അപ്പൊ പോർച്ചുഗീസുകാരും ഡച്ചുകാരും അധികം പിടിച്ചു നിൽക്കാൻ കഴിയാതെ എന്ത് ചെയ്തു? മത്സരിച്ച് തോറ്റ് പിന്നാലെ ഓടിപ്പോയി. പിന്നീട് വന്നതാണ് ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും. ഫ്രഞ്ചുകാർ കുറച്ചൊക്കെ പിടിച്ചു നിന്നു. പക്ഷേ ഇംഗ്ലീഷുകാരുടെ ശക്തമായ ഇടപെടൽ കൊണ്ട് ആര് തോറ്റുപോയി? ഫ്രഞ്ചുകാർ. കർണാട്ടിക്, സൗത്ത് ഇന്ത്യയിൽ വെച്ചുള്ള, തെക്കേ ഇന്ത്യയിൽ വെച്ചുള്ള കർണാട്ടിക് വാർ, ഇപ്പൊ കർണാടക മേഖലയായിരിക്കാം. കർണാട്ടിക് വാറിൽ ആര് പരാജയപ്പെടുന്നു? ഫ്രഞ്ചുകാർ പരാജയപ്പെടുകയും അവർ തിരിച്ചു പോവുകയും ചെയ്തു. തുടർന്നുള്ള വർഷങ്ങളിൽ ഈ ഇന്ത്യയുടെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ശക്തമായ സ്വാധീനം, ആധിപത്യം ചെലുത്തുവാൻ ആർക്ക് സാധിച്ചു? ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു വലിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സാമ്രാജ്യത്തിന് ശക്തമായും കഴിഞ്ഞു. ഇനിയും നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ ഓരോ സ്പോട്ട്, അപ്പം ഈ പറയുന്ന സ്പോട്ടുകളിൽ എവിടെയൊക്കെയാണ് ഇംഗ്ലീഷുകാർ ശക്തമായി, ഇന്ത്യയുടെ വിവിധ സെന്ററുകളിൽ എവിടെയൊക്കെ ഇംഗ്ലീഷുകാർ ശക്തമായി സ്വാധീനം ചെലുത്തി നമ്മൾ പഠിക്കുകയാണ്. അങ്ങനെ പഠിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ഈ ഒരു മാപ്പ് നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കണം. എവിടെയൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ടും പോൾസ് സഹിതം ഏതൊക്കെ മേഖലയാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ തുടർന്നുള്ള സമയങ്ങളിൽ ഇതൊന്ന് മനസ്സിലാക്കി പഠിക്കുക. ഏവർക്കും ഈ ഒരു ഭാഗം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ നിർത്തുന്നു. നിങ്ങൾ തുടർന്നും ഈ ചാനൽ കാണുക. ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുകയും അരുത്. ഏവർക്കും നല്ല നമസ്കാരം.